അവന് സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെക്കേണ്ടി വന്നു. നിങ്ങളിൽ കുറച്ചുപേർക്ക് മാത്രം സൗജന്യമായി ഈ കഥ മുഴുവനായി കേൾക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ്. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? അത് മുത്തശ്ശ, ഇന്നലെ രാത്രി എൻ്റെ സുഹൃത്തിന്റെ പാർട്ടിയായിരുന്നു. അത് പിന്നെ ലേറ്റ് ആയപ്പോ അവിടെ തന്നെ അങ്ങ് ഉറങ്ങാന്ന് കരുതി. ആഹാ, ജോലിയും കൂലിയും ഇല്ലാത്ത നീ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയോ? അഭിനവ് ഒരു സാധാരണക്കാരനായ ഡെലിവറി ബോയ് ആയിരുന്നു. അവന്റെ വിവാഹം നഗരത്തിലെ ഏറ്റവും സുന്ദരിയും കോടീശ്വര കുടുംബത്തിലെ അംഗവുമായ അനന്യയുമായിട്ടാണ് നടന്നത്. എന്നാൽ ഈ വിവാഹത്തിൽ കുടുംബത്തിൽ ആർക്കും സന്തോഷമില്ലായിരുന്നു. കുടുംബത്തിലെ കാരണവരായ ഹരിദേവൻ മേനോൻ അഭിനവും അനന്യയുമായുള്ള വിവാഹം നിർബന്ധിച്ചാണ് നടത്തിയത്. എന്നാൽ അയാൾ പോലും അഭിനവിനെ മോശക്കാരനാക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കുമായിരുന്നില്ല. ചെവി തുറന്ന് കേൾക്കണം, ഞാൻ പുറത്തേക്ക് പോവാ. തിരിച്ചു വരുമ്പോ ഈ വീടിന്റെ മുക്കും മൂലയും വരെ വൃത്തിയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്റെ എല്ലൊടിക്കും. മാറങ്ങോട്ട്. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അഭിനവിന് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള അവസരം ലഭിച്ചു. ഇങ്ങനെ ഒരു സമാധാനപൂർണമായ അന്തരീക്ഷം അവന് വളരെ ഇഷ്ടമായിരുന്നു. അവൻ സ്വയം കഴിക്കാൻ വേണ്ടി കുറച്ച് മാഗി ഉണ്ടാക്കിയതിനു ശേഷം മതിയാവോളം കിടന്നുറങ്ങി. തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരുന്ന ഡോർബെല്ലിന്റെ ശബ്ദം അവനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. വാതിൽക്കൽ അവന്റെ ഭാര്യ അനന്യയായിരുന്നു. അവൾ അവന്റെ അലങ്കോലമായി കിടക്കുന്ന വസ്ത്രവും ഉലഞ്ഞു കിടക്കുന്ന മുടിയും കണ്ട് ഉടൻ അവനോട് ചോദിച്ചു, നീ എപ്പോഴാ തിരിച്ചു വന്നത്? ഇന്ന് മുഴുവൻ നീ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നോ? അല്ല, ഞാൻ ഉച്ചയ്ക്കാ വന്നത്. അല്ല, പിന്നെ നിനക്ക് നിന്റെ സഹോദരന്റെ ഫോൺ വന്നിരുന്നോ ഇന്ന്? ഇല്ലല്ലോ.